ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കൊല്ലത്താണുള്ളത്. കൊല്ലത്ത് മാഹിനും മാഹിൻ്റെ സഹോദരൻ ഹനീഫും ചേർന്ന് നടത്തുന്ന കോളിസ് ബിരിയാണി, ആ കോളിസ് ബിരിയാണി തിരക്കി ഇറങ്ങിയതാണ്. ഇത് അവരുടെ കോളിസാണ്. ആ കോളിസകത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. എന്തായാലും പോകാം കോളിസ് ബിരിയാണിയിലേക്ക്. കൊല്ലം KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്നും ആശ്രാമം മൈതാനത്തേക്ക് പോകുന്ന വഴിയിൽ ഹോക്കി സ്റ്റേഡിയത്തിലേക്ക് തിരിയുന്നതിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ കോളിസ് ചിക്കൻ ദം ബിരിയാണി വിൽക്കുന്ന സ്ഥലം. നമസ്കാരം. എന്തുണ്ട്? പിന്നെ വീഡിയോ കാണാറുണ്ടല്ലോ അല്ലേ? എന്ത് ബിരിയാണിയൊക്കെ? ചിക്കൻ ബിരിയാണി ഉണ്ടോ? ചിക്കൻ മാത്രമേ ഉള്ളൂ? ഇന്ന് നോമ്പായതുകൊണ്ടല്ലേ? അത് ശരി. നമ്മളെ ഇന്ന് നോമ്പുണ്ടോ? നോമ്പുണ്ടല്ലോ. അപ്പൊ ഇതിപ്പോ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് സംഭവം? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക്, ഞായറാഴ്ച ഉൾപ്പെടെ. മൂന്ന് മണി വരെ തീരുന്നതനുസരിച്ച് പോകുന്നത്. 3 മണി വരെ ഉള്ളു. 2 മണി തീർന്നു കഴിഞ്ഞാലും പോവും. സാധാരണ ലെവലിൽ ഇപ്പൊ 2 മണി 2:30 ഒക്കെ ആകുമ്പോൾ തീരുന്നുണ്ട്. അത് ശരി, അത് ശരി. നമ്മള് ഉദ്ദേശം എത്ര ബിരിയാണി ആയിട്ട് വരുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മളൊരു 150 ബിരിയാണി കണക്കാക്കി. 150 ബിരിയാണി ഞായറാഴ്ചക്ക് കൂടുതലാണോ? അതോ ഞായറാഴ്ച ഇച്ചിരി കൂടുതൽ? ഇപ്പൊ ഞായറാഴ്ച 200-250 ബിരിയാണി ആയിരിക്കും അല്ലേ? അതല്ലേ. ഇപ്പൊ എന്ന് തുടങ്ങിയത് സംഭവം? 4 മാസമായി. എന്താ ഈ കോളിസ് ബിരിയാണി എന്ന് പറയുന്ന സംഭവം? കോളിസ് നമ്മളൊരു ആഗ്രഹമായിരുന്നു. പണ്ട് എനിക്ക് കോളിസ് ഉണ്ടായിരുന്നു. കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു കോളിസ് എടുത്തപ്പോ ഇങ്ങനെ ഒരു പരിപാടി അങ്ങ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചാണ് ചെയ്യുന്നത്. അത് ശരി. ഞാൻ വന്ന് നോക്കുന്നത് ആളുകളില്ല, തേനീച്ച കണക്ക് വന്ന് കൊത്തിയെടുത്തോണ്ട് പോകുന്ന കാണല്ലോ. നല്ല സാധനം. അത്രയും ടേസ്റ്റ് ഉണ്ടോ? പിന്നെ കല്യാണ വീട്ടിൽ നമ്മള് ബിരിയാണി എങ്ങനെ കഴിക്കുന്ന ആ രീതിയിലാണ് കൊടുക്കുന്നത്. കല്യാണ വീട്ടിൽ ബിരിയാണി അത് തന്നെ. നമ്മളെങ്ങനെ ആ കല്യാണ വീട്ടിൽ പോയി ഒരു ബിരിയാണി കഴിക്കുന്ന, അതായത് ദം ബിരിയാണി അല്ല, കല്യാണ വീട്ടിൽ ബിരിയാണി നമ്മളോട് കൊടുക്കുന്നത്. അത് തന്നെ. കല്യാണ വീട്ടിലെ ദം ബിരിയാണി അത് തന്നെ പറയല്ലേ? അത് ശരി, അത് ശരി. അപ്പം കൊടുക്കുന്നുണ്ട്. അപ്പൊ ടേസ്റ്റ് അതുകൊണ്ട് ആളുകൾ പിന്നെയും വരുന്നുണ്ട്. അത് ശരി, അത് ശരി. കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ആളുകൾ വരുന്നുണ്ടെന്ന് കാണുന്നുണ്ടല്ലോ. മറ്റേത് അനിയനാണോ? അതാണ് അനീഫ്. അനീഫിന്റെ പേരിലാണല്ലോ അറിയല്ലേ? അനീഫിന്റെ പേരിലാണോ അറിയപ്പെടുന്നത്? ഇപ്പൊ ഞാൻ ഈ വീഡിയോയിലാണോ യഥാർത്ഥത്തിൽ ചേട്ടൻ ഒരാളുണ്ടെന്ന് അറിയുന്നത്? ഒരു ചേട്ടൻ. അതെ അതെ അതെ. നിങ്ങൾ എത്ര? 2 പേരാണോ? ഞങ്ങള് ആണുങ്ങൾ 3 പേരുണ്ട്. 3 പേര്. ഇനി ചേട്ടനുണ്ട്. പിന്നെ ഈ ബിസിനസ് മാത്രമേ ഉള്ളോ അതോ? അല്ല, ഹോട്ടലുണ്ട്. അജുവ ഹോട്ടൽ. മറ്റേ വേറെ ഹോട്ടലില്ലായിരുന്നു? ചിക്കൻ പ്ലസ് ഉണ്ടായിരുന്നു. നമ്മളില്ല പാലം പൊളിച്ച സമയത്ത് കല്ലുവാരത്തില് ചാമക്കടയില് പൊളിച്ചപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുക. ഉടനെ ഓപ്പൺ ആവും. അവിടെ ബിരിയാണി മാത്രമായിട്ട് തുടങ്ങാനുള്ള ഒരു പരിപാടി നിൽക്കുക. അത് ശരി. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, കാറ്ററിംഗിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ആയിട്ട് തുടങ്ങാനുള്ള പരിപാടി. അത് അടുത്ത മാസം എന്തായാലും കാണും. പകുതിയോടെ കാണും. ബിരിയാണി അത്രയ്ക്ക് ടേസ്റ്റ് ബിരിയാണി അല്ലേ? എന്താ പറയുക, ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ.
ഒരു ബിരിയാണി കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കടയിലോട്ട് പോയി നോക്കാം. പിന്നെന്താ നമ്മൾ കടയിലോട്ട് എന്തായാലും അജുവ കടയെ പറ്റിയിട്ടുള്ള വീഡിയോ കൂടെ നമുക്ക് എടുക്കാം. നല്ല ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ്, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ സാധാരണക്കാരുടെ കട. അതെ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കട. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബിരിയാണിയും കഴിച്ചിട്ട് കടയിലെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോവാം. ഇതെന്താണ് സംഭവം? ഇത് ഒരു വെറൈറ്റി ആണല്ലോ, പല പല കളറല്ലോ. ചിക്കൻ മബ്ബാസ് ആണ്. മബ്ബാസ്, ഈ പച്ച കളർ. പിന്നെ ചിക്കൻ റോസ്റ്റ്, പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ട്. ബീഫ് റോസ്റ്റ്, ഫ്രൈ ഉണ്ട്. ബീഫ് ഫ്രൈ. ചിക്കന്റെ വേറെ എന്തൊക്കെയുണ്ട്? ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ഫ്രൈ ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്. പിന്നെ പൊറോട്ട, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട്. അപ്പോൾ ഒരുപ്പെട്ട എല്ലാ വെറൈറ്റിയും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓംലെറ്റ്, സകല സാധനങ്ങളും എന്താണ് വേണ്ട അതെല്ലാം ഉണ്ട് അല്ലേ? പിന്നെ ഇവിടുത്തെ കറക്റ്റ് അഡ്രസ്സ് ഒന്ന് പറയാമോ? ആനന്ദലിശനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നെല്ലിമുക്ക്, നെല്ലിമുക്കിൽ മാർക്കറ്റിനോട് ചേർന്ന് അജുവ ഹോട്ടൽ. എത്ര മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ രാത്രി അടയ്ക്കും? രാവിലെ 7 മണി മുതലുണ്ട് ഇവിടെ ഹോട്ടലിലുണ്ട്. ഒരു 11 മണി മുതൽ ബിരിയാണി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാത്രി എത്ര മണി വരെ? 11 മണി വരെ ഉണ്ട്. അപ്പം അവിടെ വിളിച്ച ഫോൺ നമ്പർ തന്നാൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാമല്ലോ. ഓക്കെ. ബിരിയാണിയൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷനും ചെയ്ത് കൊടുക്കും. ബർത്ത്ഡേ ഫംഗ്ഷനും അങ്ങനെയൊക്കെ നമ്മൾ എത്ര പേരൊക്കെ ചെയ്ത് കൊടുക്കും? എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. 500 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1000 വേണം. 25 പേര് മുതൽ അങ്ങോട്ട് 25 പേര് മുതൽ എത്ര വേണം ചെയ്ത് കൊടുക്കും? പാത്രത്തിൽ ദം ചെയ്ത് കൊടുക്കും. പാത്രത്തിൽ ദം ചെയ്ത്. ശരി. ന്യായമായ റേറ്റ്. അല്ല, 25 പേരിക്കാണെങ്കിൽ 2500 രൂപ. അത്രേ ഉള്ളൂ. ബിരിയാണി മാത്രം. ബിരിയാണിയും സലാഡും അച്ചാർ. ദമ്മല്ലേ? ചിക്കൻ്റെ അല്ലേ കാര്യം പറയുന്നത്? ബീഫിൻ്റെ കാര്യമല്ലല്ലോ പറയുന്നത്? ബീഫിൻ്റെ ഒരു 20 രൂപ വ്യത്യാസം വരും. കൂടുതൽ കുറവ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇവിടെ ബീഫായാലും മട്ടൺ ആയാലും ഏത് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? ഒറിജിനൽ കല്യാണ വീട്ടിലെ ബിരിയാണി പോലെ ചെയ്തു കൊടുക്കും. മലപ്പുറം ബിരിയാണി പോലെ തന്നെ. അപ്പോൾ നമ്മള് ഈ മെസ്സ് നടത്തുന്നുണ്ട് ഇവിടെ. മെസ്സ് ഹോസ്റ്റലിലൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മള് ലേഡീസ് ഹോസ്റ്റലിലും ബോയ്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് ഒരു ദിവസത്തേക്ക് 100 രൂപ ആവത്തെ. 3 നേരത്തെ ഫുഡ് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഊണ് സൈഡ് രാവിലെ 8 മണിക്കകത്തുള്ള വെജ് നോൺ വെജ് അങ്ങനെ ഒരു ദിവസം നോൺ വെജ് കൊടുക്കും. ബാക്കി ആഴ്ച ഒരു ദിവസം നോൺ വെജ് ആയിരിക്കും. ബാക്കി എല്ലാ ദിവസവും വെജ്. 100 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരം ലാഭമല്ലേ? 3 നേരം കഴിക്കുന്ന ഒരു ലാഭമാണ്. പിന്നെ അപ്പോൾ അത് ഇത്ര പേര് ഒരു മിനിമം 25 പേരെങ്കിലും വേണം അല്ലേ? അപ്പോൾ അത് ഒരു 25 പേരുള്ള ഒരു ഹോസ്റ്റലുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കണം.